സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർക്കും സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ബയോളജിയിലെ കണ്ണ് എന്നത്. അപ്പം PSC ബുള്ളറ്റിൽ, ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിൽ കണ്ണ് എന്ന ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കണ്ണിനെക്കുറിച്ചുള്ള പഠനം. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി എന്നത്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒഫ്താൽമോളജി എന്നത് കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ്. കണ്ണിനെ തലയോട്ടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നേത്രകോടരം അല്ലെങ്കിൽ ഐ ഓർബിറ്റിലാണ് കണ്ണിനെ തലയോട്ടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത്. നേത്രകോടരം അല്ലെങ്കിൽ ഐ ഓർബിറ്റ്. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചിരിക്കുന്ന പേശികൾ ഓസ്കുലാർ പേശികൾ. ഓസ്കുലാർ പേശികൾ നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചിരിക്കുന്ന പേശികളാണ് ഓസ്കുലാർ പേശികൾ. കണ്ണിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് കൺപോളയാണ്. കണ്ണിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? കൺപോളയാണ്. കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ് ഏതാണ്? ബൈകോൺവെക്സ് ലെൻസ് ആണ് കണ്ണിനുള്ളിൽ കാണപ്പെടുന്ന ലെൻസ്. ബൈകോൺവെക്സ് ലെൻസ്. കണ്ണിൻ്റെ 3 പാളികൾ ഏതാണ്? ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. കണ്ണിന് 3 പാളികളാണുള്ളത്. 3 പാളികൾ അവ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം എന്നിവയാണ്. കണ്ണിലെ ബാഹ്യപാളി, കണ്ണിലെ പുറമേയുള്ള അല്ലെങ്കിൽ ബാഹ്യപാളിയാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്നത്. ദൃഢപടലം എന്നത് കണ്ണിൻ്റെ ബാഹ്യപാളിയാണ്. ദൃഢപടലം അഥവാ സ്ക്ലീറ ഇവിടെ പിക്ചറിൽ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. അടുത്തത്, നേത്രഗോളത്തിന് ആകൃതി കൊടുക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ്? അപ്പം നേത്രഗോളത്തിന് ഒരു ആകൃതിയുണ്ട്. ആ ആകൃതി കൊടുക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ് ദൃഢപടലം. അപ്പം ദൃഢപടലമാണ് നേത്രഗോളത്തിന് ആ ആകൃതി കൊടുക്കുന്നത്. ദൃഢപടലത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. ദൃഢപടലത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിയുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയ. സൂര്യപ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കണ്ണിൻ്റെ ഭാഗം ഏതാണ്? കോർണിയയാണ്. സൂര്യപ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന കണ്ണിൻ്റെ ഭാഗം കോർണിയയാണ്. രക്തക്കുഴലുകൾ കാണപ്പെടാത്ത ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ. രക്തക്കുഴലുകൾ കാണപ്പെടാത്ത ദൃഢപടലത്തിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോർണിയയാണ്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെ ആവരണം ചെയ്തു കാണുന്ന ആവരണമാണ് കൺജക്റ്റൈവ അല്ലെങ്കിൽ നേത്രപടലം എന്നത്. ദൃഢപടലത്തിൽ കോർണിയ ഒഴികെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ആവരണമാണ് കൺജക്റ്റൈവ, നേത്രപടലം. കൺജക്റ്റൈവ അഥവാ നേത്രപടലം. കൺമിഴിയെയും അകത്തെ കൺപോളയെയും യോജിപ്പിക്കുന്ന ചർമ്മപാളിയാണ് കൺജക്റ്റൈവ അഥവാ നേത്രപടലം. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്. കോർണിയൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. കൺജക്റ്റൈവ. കണ്ണിൻ്റെ മധ്യപാളി. കണ്ണിൻ്റെ മധ്യപാളി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? രക്തപടലമാണ്. രക്തപടലം അഥവാ കൊറോയിഡ് ആണ് കണ്ണിൻ്റെ മധ്യപാളി. രക്തക്കുഴലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ണിൻ്റെ പാളി ഏത് എന്ന് ചോദിച്ചാൽ രക്തപടലം. രക്തക്കുഴലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കണ്ണിൻ്റെ പാളിയാണ് രക്തപടലം. കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പാളി രക്തപടലമാണ്. കണ്ണിലേക്ക് പ്രവേശിക്കുന്ന അമിതമായ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന കണ്ണിലെ പാളി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്?
രക്തപടലമാണ്. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം. രക്തപടലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നതിനുള്ള കാരണം മെലാനിനാണ്. മെലാനിൻ. രക്തപടലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. അങ്ങനെ രക്തപടലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുവാനുള്ള കാരണമാണ് മെലാനിൻ. കണ്ണിൽ കോർണിയയുടെ തൊട്ടുപുറകിലായി ലെൻസിന് മുന്നിലായി കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ് എന്നത്. കണ്ണില് കോർണിയയുടെ തൊട്ടു പിറകിലായിട്ട് ലെൻസിന് മുന്നിലായിട്ട് കാണപ്പെടുന്ന രക്തപടലത്തിന്റെ ഭാഗമാണ് ഐറിസ്. ഐറിസിന് ഇരുണ്ട നിറം ഉണ്ടാകുന്നതിനുള്ള കാരണം മെലാനിനാണ്. മെലാനിൻ. ലെൻസിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന കണ്ണിലെ ഭാഗമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്നത്. ലെൻസിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന കണ്ണിലെ ഭാഗമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി എന്നത്. പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിനെ ക്രമപ്പെടുത്തുന്ന കണ്ണിലെ ഭാഗമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കണ്ണിനെ ക്രമപ്പെടുത്തുന്ന കണ്ണിലെ ഭാഗമാണ് പ്യൂപ്പിൾ അഥവാ കൃഷ്ണമണി. പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കൃഷ്ണമണിയെ സങ്കോച വികാസത്തിന് സഹായിക്കുന്ന പേശികളാണ് റേഡിയൽ പേശികളും വലയ പേശികളും. അപ്പം പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് കൃഷ്ണമണിയെ സങ്കോച വികാസത്തിന്, സങ്കോചിക്കാനും അതുപോലെ വികാസിക്കുവാനും എല്ലാം സഹായിക്കുന്ന പേശികൾ ഏതാണ്? റേഡിയൽ പേശികളും വലയ പേശികളുമാണ്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ ചുരുങ്ങും. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾക്ക് എന്ത് സംഭവിക്കുന്നു? അവ ചുരുങ്ങുന്നു. മങ്ങിയ പ്രകാശത്തിൽ കൃഷ്ണമണി എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ കൃഷ്ണമണി വികസിക്കുന്നു, റേഡിയൽ പേശികൾ ചുരുങ്ങുന്നു. ഇനി തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ എന്ത് പറ്റുന്നു? വലയ പേശികൾ ചുരുങ്ങുന്നു. തീവ്രപ്രകാശത്തിൽ കൃഷ്ണമണി എന്ത് പറ്റുന്നു? ചുരുങ്ങുന്നു. കണ്ണിലെ ലെൻസിന്റെ വക്രതാ വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിന്റെ വക്രതാ വ്യത്യാസം വരുത്താൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. ഇനി കണ്ണിന്റെ ആന്തരഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റീന എന്നത്. ദൃഷ്ടിപടലമാണ് കണ്ണിന്റെ ആന്തരഭാഗം. കണ്ണിന്റെ ബാഹ്യഭാഗം നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ദൃഢപടലമാണ്. ആന്തരഭാഗമാണ് ദൃഷ്ടിപടലം. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ദൃഷ്ടിപടലത്തിലെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്നത്. പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ദൃഷ്ടിപടലത്തിലെ ഭാഗമാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ട് എന്നത്. അപ്പൊ പീതബിന്ദു കണ്ണിലെ ഏത് പടലത്തിലാണ്? ദൃഷ്ടിപടലത്തിലാണ്. പീതബിന്ദുവിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും. റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവ ഏതിലാണ്? പീതബിന്ദുവിലാണ്. പീതബിന്ദുവിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ആണ് റോഡോപ്സിൻ. കാണപ്പെടുന്നത് റോഡ് കോശങ്ങളിലാണ്. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. റോഡോപ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് ഓക്സിൻ, റെറ്റിനാൽ എന്നിവ. ഓക്സിനും റെറ്റിനാലുമാണ് റോഡോപ്സിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന പ്രോട്ടീനുകൾ. ഓക്സിനും റെറ്റിനാലും. റോഡോപ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. റോഡോപ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം എ. പ്രകാശത്തെ വൈദ്യുത സിഗ്നൽ ആക്കി മാറ്റുന്ന സെൻസറി പ്രോട്ടീൻ അടങ്ങിയ വർണ്ണകമാണ് റോഡോപ്സിൻ. പ്രകാശത്തെ വൈദ്യുത സിഗ്നൽ ആക്കി മാറ്റുന്ന സെൻസറി പ്രോട്ടീൻ അടങ്ങിയ വർണ്ണകമാണ് റോഡോപ്സിൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന വർണ്ണകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? റോഡോപ്സിൻ ആണ്. റോഡോപ്സിൻ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. റോഡോപ്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ
ഫ്രാൻസ് ക്രിസ്ത്യൻ ബോൾ ആണ്. ജർമ്മൻ ഫിസിയോളജിസ്റ്റ് ഫ്രാൻസ് ക്രിസ്ത്യൻ ബോൾ ആണ്. റോഡോപ്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, വർഷം 1876. 1876 ഫ്രാൻസ് ക്രിസ്ത്യൻ ബോൾ ആണ് റോഡോപ്സിൻ കണ്ടെത്തിയത്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണകം റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണകം ഏതാണ്? റോഡോപ്സിൻ ആണ്. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ. റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്നതാണ് റോഡോപ്സിൻ. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിന്റെ മറ്റൊരു പേരാണ് അയഡോക്സിൻ എന്നത്. ഫോട്ടോപ്സിനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ജോർജ് വാൾഡ്. 1967. ഫോട്ടോപ്സിനുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങൾക്ക് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോർജ് വാൾഡ് ആണ്. 1967. ഫോട്ടോപ്സിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം എ ആണ്. അപ്പോൾ റോഡോപ്സിന്റെയും ഫോട്ടോപ്സിന്റെയും എല്ലാം ഉൽപാദനത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ ആണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളാണ്. ഇതിൽ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് കോൺ കോശങ്ങളാണ്. മങ്ങിയ വെളിച്ചത്തിൽ റോഡ് കോശങ്ങളും നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങളും. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് വർണ്ണ ദർശനത്തിന് സഹായിക്കുന്ന വർണ്ണകം. വർണ്ണ ദർശനത്തിന് സഹായിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ. PSC ബുള്ളറ്റിനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വയ്ക്കുക. റിവിഷൻ ടൈമിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുപോലെ ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് കൂടുതലുള്ളതുമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.